ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേറെ ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഓർഗൻസ ബലൂൺ സ്ലീവ് വെച്ചിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ചെയ്യുന്നത്. കസ്റ്റമറിന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ മെറ്റീരിയൽ എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജെറ്റ് ബ്ലാക്കാണ് നോക്കിയത്, അത് കിട്ടിയില്ല. അപ്പോൾ സാധാരണ ബ്ലാക്ക് എടുത്തു. പിന്നെ നമുക്കത് ഓർഗൻസ സ്ലീവാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർഗൻസ അവർക്ക് ബ്ലാക്ക് ആയിരിക്കണം വേണ്ടത്, ബ്ലാക്കിൽ വരുന്ന ഓർഗൻസ ആയിരിക്കണം. അപ്പം ഞാനിവിടെ ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വീഡിയോയിൽ ജസ്റ്റ് പീച്ച് കളർ പോലെ തോന്നും. ഇത് റാണി പിങ്ക് ഷെയ്ഡാണ് ഈ ഫ്ലവേഴ്സൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് സ്ലീവിന് വേണ്ടിയിട്ട്. അങ്ങനെ അത് ഞാൻ എടുത്തു. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. അജ്രക്കിൻ്റെ ആയാലും ബ്ലോക്ക് പ്രിൻറ്റിൻ്റെയൊക്കെ ആയാലും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ സാധാരണ റണ്ണിങ് മെറ്റീരിയൽ എടുക്കാറുള്ളത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് മെറ്റീരിയലെല്ലാം എടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ബ്ലാക്ക് ജോർജറ്റും ഓർഗൻസ സ്ലീവുമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത മെറ്റീരിയൽ. അപ്പോൾ ഇതൊരു 1/2 മീറ്ററോളം ബലൂൺ സ്ലീവാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അവർക്ക് 3/4 വരുന്ന ഒരു ബലൂൺ സ്ലീവാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ബ്ലാക്ക് മെറ്റീരിയൽ ഞാനൊരു 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അവർക്ക് 48 ഇഞ്ച് ലെങ്ത്ത് വരുന്നതാണ്. അപ്പോൾ 2.5 മീറ്റർ ബ്ലാക്ക് മെറ്റീരിയലും സ്ലീവ് 1/2 മീറ്ററും എടുത്തിട്ടുണ്ട്. ലൈനിങ് ക്രീപ്പ് നമ്മൾ 2.25 എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് 4 ഫോൾഡിങ് ചെയ്തിട്ട് നമുക്ക് മടക്കിയിടാം. എന്നിട്ട് നമുക്ക് ഈ മെഷർമെൻറ്റ്സ് എം സൈസിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ മെഷർമെൻറ്റ്സ് നമുക്കിതിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ബോട്ട് നെക്കാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ബോട്ട് നെക്കാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് വേണം ഷോൾഡറും ആം ഹോളൊക്കെ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 7 എടുത്തിട്ടുണ്ട്. ആം ഹോളും ഷോൾഡറൊക്കെ 7 എടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസിലാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ചെസ്റ്റിൻ്റെ സൈസും വേസ്റ്റിൻ്റെ സൈസും ഹിപ്പിൻ്റെ സൈസും നമ്മൾ അതിൻ്റെ 4 ഭാഗമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലെയർ നോർമൽ 18 തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് ലെങ്ത്ത് നമ്മൾ മെയിൻ ക്ലോത്തിനെക്കാട്ടും ഒരു 2 ഇഞ്ച് മേളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ വേണം ലൈനിങ്ങിൻ്റെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ആം ഹോളും പിന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടുള്ളതും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ക്ലോത്തിലേക്ക് നമ്മൾ ഈ ലൈനിങ് പീസ് മാർക്ക് ചെയ്തിരിക്കുന്നത് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മെയിൻ ക്ലോത്തിൽ നമ്മൾ ഫുൾ ലെങ്ത്ത് എത്രയാണോ, അപ്പോൾ ഞാൻ 48 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ പറയാൻ പറ്റില്ല, കറക്റ്റ് ലെങ്ത്ത് നമ്മൾ 1 ഇഞ്ചൊക്കെ നമ്മൾ കൂട്ടിയെടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറഞ്ഞൊക്കെ വരാം. അപ്പോൾ ഞാനൊരു 2.5 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് മെഷർമെൻറ്റ്സൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഓർഗൻസ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനു മുമ്പ് നമുക്ക് നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ട് വേണം മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പഫ് സ്ലീവും ബലൂൺ സ്ലീവും ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത്ത് എടുക്കുക, അതിനെക്കാട്ടൊരു 3 ഇഞ്ച് ക്യാപ്പ് ഹൈറ്റ് മേളിലേക്ക് എടുക്കുക. പഫ് സ്ലീവിന് നമുക്ക് എത്രയാണോ വേണ്ടത് ക്യാപ്പ് ഹൈറ്റ് അതനുസരിച്ച് എടുക്കുക. ഞാനിവിടെ ഒരു 3 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ കൈവണ്ണം നമുക്ക് കറക്റ്റ് എടുക്കരുത്. ഞാനിവിടെ ഒരു 9 തന്നെ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു ക്ലോത്ത് ഫുള്ളായിട്ട് തന്നെ ആ ഒരു മെഷർമെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിത്ത് നമുക്കൊരു 9.5 ആണ്. നമുക്ക് ബലൂൺ സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് എക്സ്ട്രാ ക്ലോത്തൊന്നും ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ സൈഡിലല്ല ലാസ്റ്റ് നമ്മൾ എലാസ്റ്റിക് വെച്ച് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ടിത് എലാസ്റ്റിക്കിനെ വലിച്ച് പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്ലീവിൻ്റെ എലാസ്റ്റിക്കൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3/4 സ്ലീവാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് നമ്മളുടെ മെയിൻ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനു മുമ്പ് നമുക്ക് നെക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ബോട്ട് നെക്കാണ്. ബോട്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനൊരു 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതേപോലെ വിട്ട് നമ്മൾ ഷോൾഡർ കൂട്ടിയിട്ട് 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വൈഡ് നമ്മൾ 8 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ബോട്ട് നെക്ക് ആകുമ്പോൾ കുറച്ച് വൈഡ് വേണ്ടി വരും. അങ്ങനെ നമ്മൾ ഇത് ഫുള്ളായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് അടിച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇത് മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തൊക്കെ കൂട്ടി അടിച്ചിട്ട് നെക്ക് ഇതിലേക്ക്
വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നേരത്തെ പറയാറുള്ള പോലെ തന്നെ സൈഡിലുള്ള സീം അലവൻസ് ഒക്കെ കട്ട് ചെയ്ത് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് എം സൈസ് കുർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് സ്ലീവിൻ്റെ അവിടേക്ക് നമ്മൾക്ക് എക്സ്ട്രാ പീസോ നൂലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ എൻഡിങ് ഒന്ന് കറക്റ്റ് ഫിനിഷിങ്ങിൽ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് നെക്കിൻ്റെ ഇത് വെച്ചിട്ട് കറക്റ്റ് പോയിന്റിൽ വെച്ച് അതൊന്ന് ഫിനിഷ് ചെയ്ത് അടിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇത് അടിച്ച് മറിച്ചെടുക്കണം. നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ട് ബാക്കിൻ്റെ ഷോൾഡർ നമ്മൾ അതായത് മടക്കി അടിക്കരുത്. ബാക്കിലത്തെ നമ്മൾ നെക്ക് മടക്കി അടിക്കാണ്ട് തന്നെയാണ് ഷോൾഡർ കൂട്ടാനായിട്ട്. പിന്നെ നമുക്ക് സ്ലീവും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും 2 3 ഒക്കെ അടുപ്പിട്ട് കൊടുക്കുക. ഇനി അടുത്തത് നമ്മളുടെ എൻഡിങ് ആണ് കേട്ടോ. അതായത് ലാസ്റ്റ് എൻഡിങ്ങിൽ ലൈനിങ് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ മെയിൻ ക്ലോത്തും നന്നായിട്ട് അടിച്ചു കൊടുക്കുക. ഇനി മെയിൻ ക്ലോത്ത് നമ്മൾ മടക്കുമ്പോഴത്തേക്കും ചെറിയതായിട്ട് അധികം വലിച്ചു പിടിക്കാണ്ട് നമുക്ക് സ്മൂത്തായിട്ട് അടിച്ചു കൊടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹാൻഡ് സ്റ്റിച്ചിങ് കൊടുക്കണം. നെക്കിന് നന്നായിട്ട് ഹാൻഡ് സ്റ്റിച്ചിങ് കൊടുക്കുക. ഫുള്ളായിട്ട് നല്ല എന്താ പറയുക ഫിനിഷിങ്ങിൽ വേണം അത് കൊടുക്കാനായിട്ടുണ്ട്. കാരണം നെക്ക് നമുക്ക് പെർഫെക്റ്റായിട്ട് എപ്പോഴും ഇരിക്കണം. അപ്പോൾ ഇത് ഫുൾ ഓവറോൾ ലുക്ക് ഇതാണ് കേട്ടോ. ഇതാണ് നമ്മൾ ബലൂൺ സ്ലീവ് വെച്ച് ഓർഗൻസ സ്ലീവിൽ ചെയ്ത ബോട്ട് നെക്ക് കുർത്തി. എലൈനാണ് ചെയ്തിരിക്കുന്നത്. ഇത് കസ്റ്റമറിൻ്റെ ആ ഒരു കസ്റ്റമൈസേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.